ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എന്നിട്ട് എൻ്റെ ചെറിയൊരു വിശേഷം കണ്ടാലോ. അപ്പോൾ ഇതാ ഞാൻ രാവിലെ തന്നെ എണീറ്റ് ചൂടുവെള്ളം കുടിക്കുകയാണ്. ചൂടുവെള്ളത്തിൽ 2-3 കറാമ്പ് ഇട്ടിക്കണേ. അതിടണം നല്ലതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കറാമ്പ് ഇട്ട് വെള്ളം കുടിക്കലുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ സാധാരണ ചൂടുവെള്ളമാണ് കുടിക്കൽ. എപ്പോഴെങ്കിലും കുടിക്കണം തോന്നുമ്പോൾ ഞാൻ കറാമ്പിട്ട് വെള്ളം കുടിക്കും. കറാമ്പിട്ട് വെള്ളം കുടിക്കണം നല്ലതാണെന്ന് ഞാൻ പറയുന്നത് കേൾക്കലുണ്ട് കേട്ടോ. നമ്മളെ ബോഡിക്കും ഫേസിനും ഒക്കെ. പിന്നെ വെറും വയറ്റിൽ കുടിക്കുന്നത് നല്ലതാണെന്നും പറഞ്ഞ് കേൾക്കാം. നമ്മളെ എന്താ പറയുക ആരോഗ്യത്തിനൊക്കെ. പിന്നെ ഞാൻ ആ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയ കേട്ടോ. മുറ്റത്ത് ചെടികളൊക്കെ കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ രാവിലെ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ചെടികളൊക്കെ നോക്കി നടക്കുമ്പോൾ ഒക്കെ എന്നെ ഭയങ്കര എനർജിക്കല്ല, ഒരു പോസിറ്റീവാണ് വന്നിട്ട് ഒരു ദിവസം. വല്ലാതൊന്നുമില്ല, എന്നാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ നമ്മൾ പറഞ്ഞ പോലെയാണ്. ഇതാ നമുക്ക് പോസിറ്റീവ് ആവാനുള്ള കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. പോസിറ്റീവ് മൈൻഡ് വരാനുള്ള കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. സ്നേക്ക് പ്ലാന്റ്, റോസ്, പിന്നെ മണി പ്ലാന്റ്, ബൊഗൈൻവില്ല, അങ്ങനത്തെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇനി വേറെ ചെടിച്ചട്ടിക്ക് മാറ്റി കുഴിച്ചിടണം. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഇമ്മമ്മ കുറച്ച് സോപ്പ് റാപ്പ് ചെയ്യണത് കണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ അതും കൂടി വീഡിയോ എടുക്കാമെന്ന്. ഇത് അതിൻ്റെ അമ്മമ്മ ഉണ്ടാക്കുന്ന സോപ്പാട്ടോ. ഇത് ഹോം മെയ്ഡായിട്ടാണ് ഉണ്ടാക്കുന്ന സോപ്പാണ്. ഈ പുറത്തുള്ള അരിവേപ്പ്, ശംഖുപുഷ്പം, അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഈ സോപ്പ് ഉണ്ടാക്കുന്നത്. പിന്നെ മറ്റേത് ഓറഞ്ചിൻ്റെ സോപ്പാട്ടോ, ഓറഞ്ച് കളറുള്ളത്. ഓറഞ്ചിൻ്റെ തൊലി ഉണക്കിയിട്ട് പൊടിച്ച് അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ രീതി എന്നൊന്നും എനിക്കറിയില്ല, അത് ഉമ്മമ്മനോട് തന്നെ ചോദിക്കണം. ഹാജൂസ് ആര്യവേപ്പ് സോപ്പ് സ്റ്റിക്കറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആർക്കെങ്കിലും സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തരാം. കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, ഞാൻ വീഡിയോ ഇടും. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റൊക്കെ ഇടണം, മറക്കരുത്. പല തെറ്റുകളും ഉണ്ടാവും, ഒക്കെ തിരുത്തി തരണം. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ചായ കുടിക്കാൻ പോകും. ഇന്ന് ചായക്ക് വെള്ളപ്പും ഗ്രീൻ പീസിൻ്റെ കറി കേട്ടോ. ഇന്ന് രാവിലെ എണീക്കാൻ നേരം വീഴണം, അതുകൊണ്ടാണ് ഞാൻ മാത്രമാണ് ചായ കുടിക്കാനുള്ളത്. പിന്നെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണെങ്കിൽ മീഷോന്നൊരു ഓർഡർ വന്നിനി. 2 ദിവസം മുമ്പ് ഒരു നൈറ്റ് വെയർ ഓർഡർ ചെയ്തിനി. നൈറ്റ് വെയർ വരുമ്പോൾ ഡെയിലി വെയർ. ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ഇത് ഓഫ് വൈറ്റ് ഇനി വന്നപ്പോൾ അത് പ്യുവർ വൈറ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ റിട്ടേൺ കൊടുക്കാമെന്ന്. കാരണം വൈറ്റ് ആകുമ്പോൾ നമുക്ക് ഇട്ടെടുക്കാൻ കംഫർട്ട് ആവില്ല. കാരണം അതിൽ എന്തെങ്കിലും ആവുമോ എന്നൊക്കെ ഒരു പേടിയാണ്. എനിക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ. വൈറ്റ് കളറാകുമ്പം അതിൻ്റെ ഡ്രസ്സുമ്പോൾ എന്തെങ്കിലും കറാവുമോ എന്നൊക്കെ. ഞാൻ ഓർഡർ ചെയ്തപ്പം മീഡിയമാണ് ഓർഡർ ചെയ്തത്. എനിക്ക് ലാർജേനെ വേണ്ടിയത്. പക്ഷേ പാൻറ്റൊക്കെ കറക്റ്റ് സൈസാണ്. പിന്നെ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് താഴെ കൊടുക്കുക. അപ്പം ഈ ഡ്രസ്സ് അടിപൊളിയായിട്ടോ, കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. എനിക്ക് പിന്നെ ടീഷർട്ട് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ റിട്ടേൺ കൊടുക്കുന്നത്. ഇതിൻ്റെ എക്സ്ചേഞ്ച് ആക്കി വാങ്ങണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ കുളിക്കാൻ പോവാണ്. ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് അടിച്ച വര, തുടയ്ക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ കുളിക്കാൻ പോവാണ്. കുളിക്കുന്നതിന് മുമ്പ് ഞാൻ കിച്ചണിൽ പോയപ്പോൾ ചോറ് റെഡി ആയിക്കണ്. പിന്നെ ഇന്ന് പയറുപ്പേരി ഉണ്ട്, പിന്നെ ചമ്മന്തി, അതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ കറി മീൻ കറി ആട്ടോ. എന്ത് മീനാണെന്നറിയില്ല, മീൻ കറി. അപ്പം ഇന്ന് മീൻ കറി, ചോറ്, ചമ്മന്തി ഇട്ട് നല്ല ഫുഡ് കഴിക്കണം. അപ്പോൾ ഞാൻ കുളിക്കാൻ പോട്ടെ. കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്ന് ഇനി ഫുഡ് കഴിക്കാൻ പോവാം. ഇനി ഫുഡ് കഴിക്കുമ്പോഴുള്ള വിശേഷം കാണാം. ഓക്കേ. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരുന്നിക്കണ്. ഉമ്മതാ ടേബിൾ മേൽ ചോറും കറിയൊക്കെ കൊണ്ടു വെച്ചിട്ട്. അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള ചോറ് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചോറ് കുറച്ചെടുത്ത് തിന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ ചോറ് ഞാൻ തന്നെ വിളമ്പല്. ബാക്കിയുള്ളവർക്കൊക്കെ ഉമ്മ ഇങ്ങനെ വിളമ്പി വെക്കലാണ്. ഉമ്മ ആകുമ്പം കുറച്ചധികം വിളമ്പും, ഞാനാകുമ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള എടുക്കും. അപ്പോൾ ഞാൻ മീൻ കറി വെച്ച്, പിന്നെ മീൻ കറിയും പയറുപ്പേരിയും ചോറും നല്ല പിടിപ്പിച്ച് ചോറ് തിന്നണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നാടൻ ഫുഡൊക്കെ കഴിക്കുന്നത്. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള വിശേഷമൊക്കെ നോക്കാം. ഓക്കേ. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഞാൻ വീണ്ടും പറയുകയാണ്. കാരണം എനിക്ക് എങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കേണ്ടതെന്നും എങ്ങനെ സംസാരിക്കേണ്ടതെന്നൊന്നും വലിയ ഐഡിയ ഇല്ല. ഞാൻ എൻ്റെ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ടുള്ള അടുത്ത വിശേഷം എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പം അതിൻ്റെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഈ പ്ലേറ്റൊക്കെ കഴുകാണ് ഞാൻ തിന്നത്. ബാക്കിയുള്ളവർക്ക് ചോറൊന്ന് കഴിയണമുള്ളൂ. ഞാനിപ്പോൾ വീഡിയോ എടുക്കാറുള്ളതുകൊണ്ട് വേഗം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എൻ്റെ പ്ലേറ്റൊക്കെ ഒന്ന് കഴുകാം കേട്ടോ. ഞാൻ ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് പാത്രമൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മാങ്ങ കണ്ടത്. അപ്പോൾ മാങ്ങ തിന്നാനൊരു പൂതി. ഈ മാങ്ങ കൊണ്ടുവന്ന് എൻ്റെ അപ്പൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്ന കേട്ടോ. അവർ വീട്ടിലുണ്ടായ മാങ്ങയാണ്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ നല്ല മണമുണ്ട്, കളറൊക്കെ നല്ല അടിപൊളി കളർ കേട്ടോ, മഞ്ഞ കളറ്. അപ്പോൾ മധുരം ഓവർ മധുരമല്ല, എന്നാലും മീഡിയം മധുരം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ മാങ്ങേൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ മാങ്ങേൻ്റെ പേര് അറിയണമല്ലോ കമൻറ്റ് ചെയ്യണേ. എനിക്കറിയില്ല ഇതെന്താ സംഭവം, മാങ്ങ ഏതാന്ന്. പിന്നെ മാങ്ങ ഒക്കെ തിന്നിട്ട് ഞാൻ ബാക്കിയുള്ള മാങ്ങ മുറിച്ച് വീട്ടുകാർക്ക് കൊടുക്കട്ടെ. ഓക്കേ.
ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ ഉറങ്ങാൻ പോവാണ്. ഉറങ്ങിയിട്ട് വൈകുന്നേരം ഞാൻ എന്താ അടുത്ത വിശേഷം നോക്കാം. അപ്പോൾ ഞാൻ വൈകുന്നേരം ഉറങ്ങി നീച്ചപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തെങ്ങട്ടാ ഒരുങ്ങി മാറ്റി പോണേന്ന്. ഞാനും എൻ്റെ അപ്പയും എൻ്റെ അമ്മയും എല്ലാവരും കൂടി ഒരു സ്ഥലം വരെ പോവാണ്. എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല, എനിക്ക് പോകുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞാനും കൂടി. അപ്പോൾ അതായത് എൻ്റെ ചെറിയ അനിയത്തി കേട്ടോ. എനിക്ക് ചെറിയ അനിയത്തിയുള്ള കാര്യങ്ങൾക്ക് ആർക്കും അറിയില്ലാവില്ല. അപ്പോൾ ഇതിൻ്റെ ചെറിയ അനിയത്തിയാണ്. എനിക്ക് 2 അനിയത്തിയാണ്. 2 അനിയത്തിയോടും എൻ്റെ ഏജിനനുസരിച്ച് നോക്കുമ്പോൾ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട് നമ്മൾ 3 തമ്മിലും. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞനിയത്തിയാണ്. ഓളെ ക്രമ കണ്ട് ഓളങ്ങോട്ടോ വലിയ സംഭവമായിട്ട് പോവാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതാ ഞാൻ അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കൊണ്ടോട്ടിയിലെത്തിയപ്പോൾ പ്ലാൻ ഇട്ട് നമ്മളെ അത് കരിപ്പൂര് എയർപോർട്ടില്ലേ അവിടുത്തെ വ്യൂ പോയിൻറ്റ് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഫ്ലൈറ്റൊക്കെ പോകണേ കാണുമെന്ന് പറയണേക്കാം. ഞാൻ അത്രയായിട്ട് പോയിട്ടില്ലല്ലോ, അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ പോണത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോയേക്കാം. അപ്പോൾ എല്ലാവരും എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ പോകാൻ. കാരണം ഞാൻ പ്രത്യേകിച്ച് എക്സൈറ്റ്മെൻ്റ് ആണ്, കാരണം ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഫ്ലൈറ്റ് പോണതൊന്നും. ഞാൻ ഫ്ലൈറ്റിൽ കയറാത്ത ഒരാളാണ്. അപ്പം എനിക്ക് കാണാൻ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയേക്കാം. അപ്പോൾ ഇതാ എയർപോർട്ടിലേക്ക് പോകണ വഴിയായിട്ടത്. കൊണ്ടോട്ടിയുള്ളവർക്കൊക്കെ ഈ വഴി നല്ല സുപരിചിതമായിരിക്കാം ഈ വഴിയൊക്കെ. അപ്പോൾ നമുക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ അത് EMA കോളേജിലെത്തിയിട്ട് EMA കോളേജിൽ പഠിക്കണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തി. കാർ ഒരു സൈഡിൽ പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ മുമ്പിൽ നടക്കുന്ന എൻ്റെ അപ്പൻ്റെ അനിയത്തിയും കൂടെയാണ്. അപ്പോൾ ഇതാ EMA കോളേജിലത്തെ ഗ്രൗണ്ടൊക്കെയാണ്. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ സ്ഥലം നല്ല രസമുണ്ട് കാണാൻ. കുറച്ച് പാടൊക്കെ ആയിട്ട് അതിൽ കുളമൊക്കെ ഉണ്ടായിട്ട് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഈ വൈകുന്നേരം ആകുമ്പം ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്നിരിക്കും ഭയങ്കര ഒരു പീസ്ഫുള്ളാവില്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ അതാ ഞാൻ ഇപ്പോൾ കാണിച്ചു ഇങ്ങനെ സൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്ലൈറ്റ് ഇപ്പോൾ പോകും. അപ്പോൾ അത് കാണാനായിട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് പോകുന്ന കാഴ്ച കാണാം. കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. നമ്മളെ പോലെ കാണാൻ വന്നവരൊക്കെ കുറേ ആൾക്കാരുണ്ട്. കുറേ എന്ന് പറയുമ്പോൾ അത്യാവശ്യത്തിന് ആൾക്കാരുണ്ട് കേട്ടോ. അതായിട്ട് നമ്മളെ ഫ്ലൈറ്റ് പോകുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെ ഫ്ലൈറ്റ് തപ്പൊന്നിട്ടോ. ഭയങ്കര രസമുണ്ടത് കാണാൻ. ഈ നേരിട്ട് കാണുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരിതുണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് കാണാൻ. അപ്പോൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം, എല്ലാവരും ഈ സ്ഥലത്ത് വന്ന് കാണണം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനും ഇപ്പിയും ഉമ്മയും മാമിയും എല്ലാവരും കൂടി 4P മാളിൽ പോയതാട്ടോ. കൊണ്ടുപോയിട്ടില്ല, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഞാനിതാ കുട്ടീനെ വെച്ചിങ്ങനെ നടക്കുന്നുണ്ട്. കുറേ സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ നോക്കണ കടല മിഠായി കേട്ടോ. പിന്നെ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് വാങ്ങാനുണ്ട്. ഇനി ക്രാഫ്റ്റ് ഐറ്റംസ് ഇതിൻ്റെ മുകളിലാട്ടോ ഉള്ള ഷോപ്പ്. ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എനിക്ക് മോയ്സ്ചറൈസറും ഫേസ് വാഷൊക്കെ വാങ്ങണേന്. അപ്പോൾ ഞാൻ അതൊക്കെ വാങ്ങി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇനി വാങ്ങാണ്ടോ നിങ്ങൾ തപ്പി നടക്കണം. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി ബില്ലൊക്കെ അടിച്ചിട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം അത് അടുത്തുള്ള ഷോപ്പിൽ തന്നെ അവിൽ മിൽക്കും ഫലൂദയും തിന്നാൻ പോയതാട്ടോ. അപ്പോൾ ഇതും കൂടി തിന്നപ്പോൾ ഭയങ്കര ആശ്വാസമായി. ഇപ്പോഴത്തെ ചൂട് കാലത്തൊക്കെ ഈ തണുപ്പുള്ളത് തിന്നുമ്പോൾ ഭയങ്കര ആശ്വാസം കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ സമയം 8 മണി 8:30 ആയിക്കണേ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ എല്ലാവരോടും പറയാനുള്ള എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും എന്താ പറയുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും മറക്കാതെ ലൈക്ക് ചെയ്യണം. പിന്നെ എന്താ കുറേ തെറ്റുകളുണ്ടാവും, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പോൾ എനിക്ക് പല തെറ്റുകളുണ്ടാവുമെന്ന് എനിക്ക് നല്ലോണം അറിയാം. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.